ഇസ്രായേൽ ഹിസ്ബുള്ളയും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറൊക്കെ വന്നിരുന്നു. പക്ഷേ ഒരു ദിവസം പോലും നിന്നില്ല. അതിന് തൊട്ട മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് ലംഘിക്കും. ഇന്നലെ 2 തവണ ഇസ്രായേൽ ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്കിപ്പോൾ സത്യത്തിൽ സംശയം തോന്നുന്നത് ഈ ഹിസ്ബുള്ള തീവ്രവാദം ഇതൊന്നും അറിഞ്ഞില്ലയോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും സത്യത്തിൽ. അല്ല, കാര്യം വെച്ചാൽ അവർക്ക് നേതാക്കളൊന്നും ആരുമില്ല. അവർ ഈ അണികൾ ഇതൊന്നും അറിയാൻ പാടില്ലാതെ വീണ്ടും ആക്രമണം നടത്താൻ ഇറങ്ങിയതാണോ എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടത്. അതല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മയുണ്ട്. കാരണം ഇനി അങ്ങോട്ട് ഇറങ്ങിയാൽ ഇന്നലെ നെതന്യാഹു ഒരു അഭിമുഖം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ വെടിനിർത്തലിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മാധ്യമത്തിന് അഭിമുഖം കൊടുക്കുന്നത്, വിദേശ മാധ്യമങ്ങൾക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഇത് വെടിനിർത്തലൊക്കെ റെഡിയാണ്, പക്ഷേ ഇത് ലംഘിക്കുകയാണെങ്കിൽ അതിശക്തമായ തോതിൽ തന്നെ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സൈനിക വിഭാഗത്തിന് കൃത്യമായ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. ഇവർ ലംഘിക്കുകയാണെങ്കിൽ അടിച്ച് നിരപ്പാക്കാൻ തന്നെയാണ് പറഞ്ഞത്. അതായത് ഒന്നും നോക്കില്ല, അവിടെ അധികം കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ ഉണ്ടായില്ല. എന്ത് വിധത്തിലുള്ള മൂവ്മെന്റ്സ് ഉള്ളതായി കാണുന്നു. അതായത് ഇവര് ഇസ്രായേൽ എപ്പോഴും ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായി പാലിക്കുന്ന ആളുകളാണല്ലോ. അതാണ് ഒരു മര്യാദ. നമ്മൾ കരാറിൽ ഏർപ്പെടുമ്പോൾ അത് പാലിക്കണം. പക്ഷേ മറ്റുള്ളവർ അങ്ങനെയല്ല. ഇസ്രായേൽ എല്ലാ ഘട്ടങ്ങളിലും അവരവരുടെ ട്രൂപ്സിനെ പലയിടങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. സൈനികരെ പിൻവലിക്കുന്നുണ്ടായിരുന്നു. പലയിടങ്ങളിലും ആളുകൾ തിരിച്ച് ലെബനന്റെ സദൻ പ്രദേശങ്ങളിലേക്കൊക്കെ ആളുകൾ കുടിയിറക്കപ്പെട്ട ആളുകൾ തിരിച്ചു വരുന്നൊരു സാഹചര്യം. അതായത് ഒരു സമാധാനത്തിൻ്റെ ഒരു കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോഴേക്കും എന്ത് ചെയ്തു, നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് പ്രതീക്ഷിച്ച് തന്നെ സംസാരിച്ചതാണ്, ഇതെന്തായാലും അധികം ദിവസം പോകും, പക്ഷേ ഒരു ദിവസം മാത്രമേ ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇത് നമ്മൾ പറയും പോലെ ഇവർ ഒരിക്കലും നന്നാവില്ല എന്ന് ഏതാണ്ട് ശപഥം ചെയ്ത് ഇറങ്ങും പോലെ തോന്നുന്നുണ്ട്. കാരണം അവരുടെ നേതൃനിര ഒന്നിറങ്ങിയില്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ആയുധ സംഭരണ ശേഷി കഴിഞ്ഞു. ഇപ്പോൾ അവർ ആയുധ സംഭരണശാലയൊക്കെ ഇന്നലെ ആക്രമിച്ചിട്ടുണ്ട്. അത് റോക്കറ്റ് ലോഞ്ചറുകളൊക്കെ തകർത്തിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരിപ്പോഴും അതിശക്തരാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഈ പ്രശ്നങ്ങളൊക്കെ ഈ വെടിനിർത്തൽ കരാർ ഉണ്ടായതിന് ശേഷവും അവരവിടെ വ്യോമനിരീക്ഷണം നടത്തുന്നുണ്ട്. ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ അവിടെ എല്ലാം പറന്ന് കൃത്യ ഒരു കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഡ്രോണുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നിസ്സാരമായ ഒരു ചലനം പോലും അവർ കൃത്യമായി അത് മനസ്സിലാക്കും. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടു തന്നെയാണ്. അതായത് എല്ലാ തരത്തിലും ഇസ്രായേലിൻ്റെ കണ്ണുകൾ എത്തുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ലെബനനും അവിടെയും ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ, ഇനി ഇറാൻ വരെയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത്, ഇനി ഈ ഹിസ്ബുള്ള ആയിക്കോട്ടെ ഹമാസിനെ ആയിക്കൊള്ളട്ടെ, ഇറാൻ്റെ ഒരു നേരിട്ടുള്ള തരത്തിലുള്ള ഒരു ഘട്ടം ഇനി ഉണ്ടാവില്ല. കാര്യം അതുപോലെ അവർ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലേക്ക്. ഇറാന്റെ ഇന്നലത്തെ പ്രതികരണം അങ്ങനെയായിരുന്നല്ലോ, ലെബനനും ഹിസ്ബുള്ളയും തൃപ്തരാണെങ്കിൽ ഞങ്ങളും തൃപ്തരാണെന്നാണ് ഇറാൻ പറഞ്ഞത്. അതെ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇവർ ഏതെങ്കിലും കുറച്ചും കൂടെ ഉത്തരവാദിത്തപരമായി പെരുമാറും. ഇപ്പം മനസ്സിലായല്ലോ ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. അതായത് അടിസ്ഥാനപരമായി ഇസ്രായേലിന് ഒരിക്കലും യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. അവരെ സംബന്ധിച്ചോളം ഇതൊന്ന് അവരുടെ തന്നെ ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥയാണ്. അവർക്ക് ഒരുപാട് പണം ചെലവാകുന്ന അവസ്ഥയാണുള്ളത്. അവർക്ക് മറ്റു കാര്യങ്ങൾ, അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിനും ഹിസ്ബുള്ളയ്ക്ക് ഈ യുദ്ധം മാത്രം ചെയ്താൽ മതി. ഇവര് പക്ഷേ ലോകത്തിന് ഗുണമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ. സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ രാജ്യം അത് അസ്ഥിരമാക്കിക്കൊണ്ടേയിരിക്കും അവരുടെ പ്രശ്നങ്ങളെ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തൽ അവർക്കും ഒരു ദീർഘനിശ്വാസം എടുക്കുന്ന ഒരു സമാധാനം. മാത്രമല്ല, ഇന്നലെ തന്നെ അവരുടെ കുറെ മേഖലകളിൽ, തെക്കൻ മേഖലകളിലൊക്കെ തന്നെ അവിടുത്തെ നിയന്ത്രണങ്ങളൊക്കെ ഒന്ന് പിൻവലിച്ചു ഇസ്രായേലിൽ. കാരണം ഇനി വെടിനിർത്തലാണല്ലോ. കാരണം നിരന്തരം ഈ ഹിസ്ബുള്ള അങ്ങോട്ടാണ് റോക്കറ്റ് ആക്രമണം നടത്തുമായിരുന്നത്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളൊക്കെ ഒന്ന് പിൻവലിച്ച് ആളൊക്കെ ഒന്ന് റിലാക്സ് ആയി, ആളുകൾ തെരുവിലൊക്കെ ഇറങ്ങി തുടങ്ങി, സമാധാന അന്തരീക്ഷം വന്നു. ആ നേരത്താണ് ഇവർ പെട്ടെന്ന് ഈ സംഭവം വീണ്ടും തുടങ്ങിയത്. അതേസമയം ഇന്നലെ തന്നെ ഗോലാനിൽ പോലെയുള്ള കുറച്ചുകൂടെ ഒരു തന്ത്രപ്രധാന മേഖലകളിൽ നിയന്ത്രണം പിൻവലിച്ചിട്ടില്ലായിരുന്നു. അവരിപ്പോഴും നിരീക്ഷണം, അവരുടെ സൈന്യവും അവിടെ തന്നെ ഉണ്ട്. അവർക്ക് അത് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും നിർണായകമായ പ്രദേശങ്ങളാണ് ഗോലാൻ കുന്നുകളും അതുപോലെ ഈ പറഞ്ഞ ലെബനന്റെ ഈ പ്രദേശങ്ങളും എല്ലാം തന്നെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സൈന്യത്തെ അവിടുന്ന് ഒറ്റയടിക്ക് ഘട്ടം ഘട്ടമായി മാത്രമേ ഇസ്രായേലിന് ഇവരെ വിശ്വസിച്ച് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു എതിർ പാർട്ടി അല്ല അവിടെ ഇരിക്കുന്നത്. അപ്പം ഈ സത്യത്തിൽ ഈ 60 ദിവസം ഇത് പൂർണ്ണമായി നല്ല രീതിയിൽ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു സമാധാനം ഉണ്ടാവും. പക്ഷേ അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും ഈ പറഞ്ഞ പോലെ അവർക്ക് നേതാക്കളില്ല എന്ന് പറയുന്നു ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തായിരിക്കും അവരുടെ ഒരു അവരുടെ ഉള്ളതും കൂടെ തീരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവരുടെ കയ്യിൽ ഇനി ആയുധമൊന്നും കാണില്ല, നേതാക്കളില്ല. കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും അടിച്ചങ്ങ് തീർക്കാനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ലെബനനിലെ ജനങ്ങൾ ഇവർക്കെതിരെ തിരിയാനുള്ള എല്ലാ സാധ്യതയുണ്ട്, കണക്കിനാണ് പോകുന്നത്. കാരണം ഈ വെടിനിർത്തൽ 60 ദിവസം എന്ന് പറയുമ്പോൾ അതൊരു നീണ്ട കാലയളവാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ വന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ ഒത്തുതീർപ്പിന് നേരത്തെ നടന്ന ഖത്തർ പിന്മാറി. ഇപ്പോൾ ഉള്ളത് ഈജിപ്തും അമേരിക്കയും അവരൊക്കെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഈജിപ്തിൻ്റെ പ്രതിനിധി ഇന്നലെ
ഇവിടെ ഇസ്രായേൽ എത്തിയിട്ടുണ്ട്. ഗാസയിൽ എന്തെങ്കിലും സമാധാന നിർദ്ദേശങ്ങൾ ഒക്കെ ആയിട്ട് വെടിനിർത്തലിന് വേണ്ടി. ഇതിപ്പോൾ അതിനെ തടസ്സപ്പെടുന്ന രീതിയിലാണ്. ഈ ഇവർ ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയില്ലേ ഇത്? അതാണ്. മാത്രമല്ല ഈ ഗാസ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴഞ്ഞ അവസ്ഥയിലാണുള്ളത്. ഗാസയിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഇസ്രായേലിന് ഒറ്റയടിക്കാനെ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഗാസയിലായിക്കോട്ടെ, ഗോലാൻ കുന്നുകളായിക്കോട്ടെ, ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പുണ്യഭൂമികൾ തന്നെയാണ്. അവരുടെ മതവിശ്വാസം, ജൂത മത അടിസ്ഥാനത്തിൽ അവരെ സംബന്ധിച്ചും ഇപ്പം അതുമായി ബന്ധപ്പെട്ടാണല്ലോ അടിസ്ഥാനപരമായി നിൽക്കുന്നത്. അപ്പോൾ ഇവരിറങ്ങിക്കോണം, ഞങ്ങൾ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ പ്രദേശം വേണമെന്നുള്ള ഇവർ ഹിസ്ബുള്ളയുടെ ഹമാസിൻ്റെയും പിടിവാശിയാണ് ഈ പ്രശ്നങ്ങളിലേക്കെല്ലാം കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും ഇസ്രായേൽ എന്ത് ചെയ്യുന്നുണ്ട്? വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി പല ഘട്ടങ്ങളിലായി തങ്ങളുടെ സൈനികരെ പിൻവലിക്കാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ ചെയ്ത കാര്യം അവർ തൊട്ടടുത്ത് സീസ് ഫയർ എപ്പം നിലവിൽ വന്നോ അതിൻ്റെ തൊട്ടടുത്ത നിമിഷം മുതൽ അവർ ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നെതന്യാഹു അങ്ങേറ്റം റിസ്ക് എടുത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉടമ്പടിക്ക് തയ്യാറായത്. ഒരുപക്ഷെ അമേരിക്കയുടെ സമ്മർദ്ദമാണെന്നൊക്കെ പറയുമ്പോൾ പോലും സ്വന്തം മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി പോലും ബെൻഗിയോർ പോലും ഇതിനെ എതിർത്തിരുന്നു. അവർ പറഞ്ഞത് ഇവർ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു വിഭാഗമാണ് ഈ തീവ്രവാദികൾ, ഈ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ തന്നെ. അപ്പോൾ ഇവരെ ആൾറെഡി തീർന്ന് കിടക്കുകയാണ്. ഇവരുടെ നേതാക്കളും പോയി, ആയുധവും പോയി, എല്ലാം പോയി. പിന്നെ ഇവരടുത്ത് എന്തിനാണ് ഇനി നമ്മൾ ഈ വെടിനിർത്തൽ കരാറിന് പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാണ്. പക്ഷേ നിരർത്ഥകമായി പോകുമല്ലോ, ഒരു കാര്യമില്ലല്ലോ. ആരോ തോറ്റിരിക്കുന്ന ഒരാളുടെ എന്ത് ഉടമ്പടി എന്നുള്ളതാണ്. പക്ഷേ ഒരുപക്ഷെ നെതന്യാഹുവിന് ഒരുപാട് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ ഇത്തരത്തിലൊരു കരാറിലേക്ക് എത്താൻ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഒരു പേരിനെങ്കിലും ഒരു വെടിനിർത്തലിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നെതന്യാഹു തയ്യാറായില്ലെങ്കിൽ ചരിത്രത്തിൽ അതൊരു വലിയ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതൊക്കെ ഉണ്ടല്ലോ. അത് മാത്രമല്ല, അടിസ്ഥാനപരമായി ഈ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നിർത്തിയാൽ പോലും നമ്മൾ അന്ന് സംസാരിച്ചിരുന്നതാണ്, ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ പോപ്പുലാരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ വെടിനിർത്തലിന് അവർ തയ്യാറാവുമ്പോൾ ഇസ്രായേൽ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്ന ചോദ്യമായിരിക്കും തീർച്ചയായും അവർ നാട്ടിൽ തന്നെ ഉയരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനപരമായി രാഷ്ട്രത്തിൻ്റെ നല്ല നടപ്പിനും ആളുകളെ കേട്ടതിനും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ ഇസ്രായേലിന് ഒരു ബ്ലാക്ക് മാർക്ക് വീണൊരു രാഷ്ട്രം എന്ന രീതിയിൽ അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരാനുള്ള കുറേയധികം പൊളിറ്റിക്കൽ സ്ട്രാറ്റജികളുടെ ഭാഗം തന്നെയായിരുന്നു ഈ വെടിനിർത്തലിനെ അംഗീകരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഹമാസിനെ കുറിച്ച് പറയുമ്പോഴും ഹമാസും ഈ ഇസ്രായേൽ കുറേ ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഈ ഹമാസ് ഓരോ വിചിത്രമായ ഡിമാൻഡുകൾ മുന്നോട്ട് പോയി. അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഈജിപ്തിൽ നിന്ന് അവിടെ നിന്ന് ദൗത്യ സംഘം എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവർ ഹമാസ് പ്രജകൾ തമ്മിൽ നടക്കുന്ന ചർച്ചകളൊക്കെ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഒരുപക്ഷെ അവർ അംഗീകരിക്കുമെന്ന് അറിയാൻ കഴിയില്ല. അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നതാണ്, ഒരു വ്യവസ്ഥയുണ്ട് എന്ന് പറയപ്പെടുന്നു. ഹമാസ് തങ്ങളുടെ കൈവശമുള്ള ജീവിച്ചിരിക്കുന്ന ബന്ദികളുടെ പട്ടിക തരണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. അത് നിർണായകമാണത്. കാരണം ഇത് എത്ര ജീവിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? ഇവർ ഈ പറയുന്ന കണക്കൊന്നുമില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, ഹമാസിന് തീവ്രവാദികൾ തന്നെ എവിടേക്കാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. കാര്യം അവരുടെ കമ്മ്യൂണിക്കേഷൻ ഗാഡ്ജറ്റുകളെല്ലാം അടിച്ചുപോയി. അവർക്ക് വാർത്താവിനിമയത്തിന് യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലാത്ത അവസ്ഥയിലാണ്. ഈ ബന്ദികളെ വെച്ച് കളിക്കുന്ന ഇവർക്ക് ബന്ദികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ ഉണ്ടല്ലോ. പക്ഷേ അത് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഇസ്രായേൽ അക്കാര്യത്തിൽ ഇസ്രായേൽ നിർബന്ധം പിടിക്കും. ഇസ്രായേൽ മാത്രമല്ല, അമേരിക്കയ്ക്കെല്ലാം താല്പര്യമുണ്ട്. കാരണം ഈ ബന്ദികളിൽ അമേരിക്കക്കാരുണ്ട്, പല യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഇസ്രായേൽ പൗരന്മാരല്ലല്ലോ. മാത്രമല്ല, നെതന്യാഹുവിൻ്റെ ഓഫീസിലേക്ക് കഴിഞ്ഞ ദിവസം ഈ ബന്ധുക്കൾ പ്രതിഷേധം നടത്തിയിരുന്നു. കാരണം നിങ്ങൾ ഹിസ്ബുള്ളയായി സമാധാനം ഒക്കെ ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നു, ഞങ്ങളുടെ കാര്യം എന്തായി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടുകാരുടെ കാര്യം സ്വാഭാവിക ഉത്കണ്ഠ ഉണ്ടാവില്ലേ. പക്ഷേ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർ വെറും തീവ്രവാദ സംഘടനയായി പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഹമാസ് ഹിസ്ബുള്ള നമ്മളൊരു വ്യത്യാസം, ഹിസ്ബുള്ള കുറച്ചുകൂടെ പവർഫുള്ളാണ്. അവർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലുമാണ് അവിടെ ലെബനനിൽ. അവിടെ അവർക്ക് മന്ത്രിമാരൊക്കെ എം പിമാരൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ്. എന്നിട്ട് പോലും ഈ ഒത്തുതീർപ്പ് ഉടമ്പടി എല്ലാം നിലവിൽ വന്ന് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തൊട്ട് പിന്നെ ഒരു ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾക്ക് തന്നെ എതിരാണ്. യുദ്ധ നിയമങ്ങൾ ഏതെങ്കിലും തരത്തിൽ പാലിച്ചിട്ടുള്ള ചരിത്രമുള്ളൊരു അവസ്ഥയൊന്നുമല്ല. കാര്യം അവർക്ക് എന്ത് നിയമം എന്നുള്ളതാണ്. അവർ എന്ത് പറയുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരുടെയാണ് നിയമം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതൊരു ചെറിയ തുടക്കമല്ല. ഇത് എന്താണ് ഇനി അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ തുടക്കം തന്നെയാണ്. കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ചൊടിപ്പിക്കും. കാര്യം ഒന്ന്, അടിസ്ഥാനപരമായി അവർ മുന്നോട്ട് വെച്ചിരുന്ന ഹമാസിനെയും ഹിസ്ബുള്ളയും തീർക്കുക എന്നുള്ളതാണ്. ആ തീർക്കുക എന്നുള്ളതിൻ്റെ ഒരു 99% പൂർത്തിയാവുന്ന ഘട്ടത്തിലാണ് ഈ വെടിനിർത്തൽ വരുന്നത്. ഇനി കംപ്ലീറ്റ് ആയിട്ട് തീർക്കുക എന്നുള്ളൊരു അർത്ഥത്തിലേക്ക്. അത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നെതന്യാഹു വിദേശ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എല്ലാം റെഡിയ സമാധാനത്തിലാണ്, പക്ഷെ ഇനി ഇങ്ങോട്ട് തിരിച്ചടിച്ചാൽ
അതിശക്തമായ തിരിച്ചടിയായിരിക്കും നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്രതിരോധ മന്ത്രി എല്ലാം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കാരണം അത് മാത്രമല്ല, അത് ഇറാന്റെ നേരേക്കും കൂടി എത്താനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. കാര്യം ഇറാനാണല്ലോ ഇവർക്ക് ഇന്ധനം കൊടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഹമാസിനും ഇതിനും തീറ്റയും വെള്ളം കൊടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാന്റെ സായുധ ശക്തിയും ഒക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടത്തിയതാണ്. അപ്പം ഇറാനിലെ സാധാരണക്കാരായ ആളുകളെ സ്വതന്ത്രരാക്കുമെന്ന് വലിയൊരു പ്രഖ്യാപനമാണ് ഈ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഈ കരയുദ്ധം ആരംഭിക്കുന്ന സമയത്തിൽ നെതന്യാഹു പറഞ്ഞത്. അപ്പോൾ ഇപ്പം ഈ 60 ദിവസത്തെ സീസ്ഫയർ ഒരു ദിവസം കൊണ്ട് തീർന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നെതന്യാഹു ആ ഘട്ടത്തിലേക്ക് കൂടി കടക്കും. കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ സമാധാനം, ഇല്ലെങ്കിൽ സർവനാശം എന്ന കാര്യം മാത്രമേ ഉള്ളൂ. കാര്യം ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നെതന്യാഹുവിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. അന്താരാഷ്ട്ര നെതന്യാഹുവിൻ്റെ നിലപാട് വളരെ കൃത്യമായി തന്നെ പാലിച്ചു. ഇസ്രായേൽ രാജ്യത്തു നിന്ന് പോലും പലരും എതിർത്തിട്ട് പോലും നെതന്യാഹുവിന് തയ്യാറായി ഞങ്ങൾ ഒത്തുതീർപ്പാകാം, വെടിനിർത്തൽ ആകാമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അതിന് അവർ ചെയ്യുക എന്ന് പറഞ്ഞ ഒരിക്കലും അതൊരു ധാർമ്മികത ഇല്ലാത്ത ആളുകളോട് പിന്നെ ധാർമ്മികതയുടെ പേര് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇതിന് ഇവർ കൊടുക്കാൻ പോകുന്ന വിലയെക്കുറിച്ചെങ്കിലും ഇവർക്ക് കുറച്ച് ഏറ്റവും കുറഞ്ഞ പക്ഷം ബോധമുണ്ടായിരുന്നിരിക്കണം. കാര്യം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്തും ഈ എന്താ പറയുക, ആളിക്കത്തുന്നവരെ ആത്മവിശ്വാസം വളരെ നല്ല എന്ന് പറയുന്നത് അവസ്ഥയിലേക്ക് അവർ അധപ്പതിക്കാൻ പോവുകയാണ്. അടിസ്ഥാനപരമായി ആശയം നിലനിന്നാൽ പോലും നിലനിൽക്കണമെങ്കിൽ ആൾബലവും സായുധ ബലവും ഇവർക്ക് ആവശ്യമുണ്ട്. ഇത് രണ്ടും തീരുന്ന അവസ്ഥയിൽ എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തിരിച്ചടിച്ചാലും ഇവർക്കൊരു പ്രതിരോധമൊന്നും സൃഷ്ടിക്കാനുള്ള ആവശ്യമില്ല. പക്ഷേ എന്താ സംഭവിക്കാമെന്ന് വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങൾ, കാര്യം ഇവർ ഈ ആളുകളുടെ ഇടയിലാണല്ലോ താമസിക്കുന്നത്, വളരെ സാധാരണക്കാരായ ആളുകൾ ഇനിയും കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അത് കുട്ടികളുണ്ടാവും, സ്ത്രീകളുണ്ടാവും, ആശുപത്രി കെട്ടിടങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളും പെട്ടുപോകും. ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ള വെടിനിർത്തൽ തയ്യാറായത് തന്നെ ലെബനനിലെ ജനങ്ങളുടെ എതിർപ്പ് ഭയന്നാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കാരണം ഒരു ഘട്ടം വന്നാൽ അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിക്കും, അവർ തിരിച്ചടിക്കും. അവർ ലോകത്തെ എല്ലാ ജനങ്ങളും അവർ അടിച്ചമർത്തി വെച്ചിരുന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ തിരിച്ചടി. ലോകത്ത് എത്ര ഇപ്പോൾ നമ്മളെ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ നമ്മൾ കണ്ടതാണ് എത്രയോ രാജ്യങ്ങളിൽ. പിന്നെ കാരണം അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മിസൈൽ കൊണ്ട് ചാവേണ്ടി വരുന്ന അവർക്കറിയാം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു റിവോൾട്ട് ഉണ്ടാവുകയും അതിന് ഇസ്രായേലും അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളിൽ സഹായം നൽകുകയും ചെയ്താലുണ്ടല്ലോ ഹിസ്ബുള്ളയുടെ ഏർപ്പാട് തീരും. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാവരും വളരെ പ്രത്യാശയോടെയാണ് കണ്ടത് ഈ ഒരു യുദ്ധം വെടിനിർത്തൽ സമാധാനം ഉണ്ടാകും, ആൾ സ്വസ്ഥമായിട്ട് ജീവിക്കുമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും അതിലേക്ക് ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുമ്പോൾ യുദ്ധം ആരുടെ ആവശ്യമായിരുന്നു എന്നുള്ളത് കൃത്യമാണ്, വ്യക്തമാണ്. അത് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ആവശ്യമാണ്. അവരുടെ ജിഹാദി മൂവ്മെന്റിന് വേണ്ടി അവർ യാതൊരു തരത്തിലുള്ള ആധുനികമായ രീതികളോടും അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ല. കാര്യം വെടിനിർത്തൽ കരാർ ഏർപ്പെടുക, കരാർ ഏർപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കുക, പാലിക്കുക എന്നുള്ളതൊക്കെ അതൊരു ആധുനിക പൗരന്റെ തലച്ചോറുള്ളവർക്കേ പറ്റുന്ന കാര്യമായിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ സാധിക്കാത്ത ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇസ്രായേലിന്റെ വെടിയേറ്റും റോക്കറ്റ് ഏറ്റും മിസൈൽ ഏറ്റും കൊല്ലപ്പെടാനാണ് ഇവരുടെ വിധി എന്ന്. അത് അവരുടെ മാത്രമല്ല, അപ്പുറത്തെ ഭാഗം ജനങ്ങളുടെ വിധി എന്നുകൂടി നമ്മൾ കരുതേണ്ടി വരും. ഏതായാലും ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു തീവ്രവാദ സംഘടന തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി അരക്കെട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് അവർ മുന്നും നോക്കാതെ തിരിച്ചടിക്കാൻ തന്നെയാണ് സാധ്യത. അത് ആത്യന്തികമായി ബാധിക്കുന്ന അവിടുത്തെ പാവം ജനങ്ങളെ തന്നെയായിരിക്കും.